ജനിച്ച ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സെൻസറി സ്റ്റിമുലേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സെൻസറി സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പം അവരുടെ എല്ലാ സെൻസസും കൃത്യമായ നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വികസിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്റ്റിമുലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, സെൻസസ് എന്ന് പറയുമ്പോൾ കാഴ്ചയായാലും കേൾവിയായാലും മണം, രുചി, ത്വക്ക് എല്ലാ സെൻസസും നല്ല രീതിയിൽ ആ ഒരു സെൻസറി ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുന്നതിന് സ്റ്റിമുലേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് വഴി മാത്രമല്ല, അല്ലാതെയൊക്കെ നമുക്ക് പല രീതിയിൽ ആ സ്റ്റിമുലേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ വിഷ്വൽ സെൻസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വിഷ്വൽ സെൻസേഷനിൽ ആദ്യം തന്നെ കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ആകുന്നുവെന്നാണ് വിഷ്വൽ ട്രാക്കിംഗ്. ഒരു 2 മാസം മുതൽ തന്നെ, ജനിച്ച ഒരു 2ാമത്തെ മാസം മുതൽ തന്നെ വിഷ്വൽ ട്രാക്കിംഗ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. വിഷ്വൽ ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ കുഞ്ഞിന് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് വിഷ്വൽ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അമ്മ, ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് അമ്മ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ അമ്മയുടെ ആ മൂവ്മെൻറ്റ് കുഞ്ഞിന് ട്രാക്ക് ചെയ്യാൻ പറ്റണം കണ്ണുകൊണ്ട്. ഓക്കെ, ഇതാണ് വിഷ്വൽ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് ബാക്കി ഡെവലപ്മെൻറ്റ്, ഈ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ബാക്കി ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഇപ്പം ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണിൻ്റെയും കൈയുടെയും ഏകോപനം, ഐ ഹാൻഡ് കോർഡിനേഷൻ. പിന്നീട് കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരു ലൈൻ തെറ്റാതെ കൃത്യമായിട്ടത് വായിക്കാൻ പറ്റുന്നത്, ഒരു നോട്ട് ബുക്കിനകത്ത് സ്പെഷ്യൽ ഓറിയൻറ്റേഷൻ ബാലൻസ് ചെയ്ത് കറക്റ്റാക്കി നല്ല രീതിയിൽ നേരെ സ്ട്രെയിറ്റായിട്ട് എഴുതാൻ പറ്റുന്നത്, ഇതൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പായി വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വിഷ്വൽ ട്രാക്കിംഗ് എന്നുള്ളത് അവിടെ കൃത്യമായ സ്റ്റിമുലേഷനോടുകൂടി നല്ല രീതിയിൽ ഡെവലപ്പായി വരണം. ഓക്കെ, അപ്പോൾ ഈ വിഷ്വൽ ട്രാക്കിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ കുഞ്ഞുങ്ങളുടെ തൊട്ടിൽ കണ്ടിട്ടില്ലേ കളിപ്പാട്ടങ്ങൾ. വെറുതെ കുഞ്ഞിന് ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ അതല്ല അത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന വിഷ്വൽ ട്രാക്കിംഗ് ഡെവലപ്പാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞിങ്ങനെ കിടക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ തൊട്ടിലിങ്ങനെ പല പല കളിപ്പാട്ടങ്ങൾ നമ്മൾ തൂക്കിയിടും അല്ലേ. അപ്പോൾ അത് ഈ പറയുന്ന അനക്കം കണ്ട് കുഞ്ഞ് നോക്കാനും, അതേപോലെ അല്ലാതെ കുഞ്ഞിനെ അതിൻ്റെ കളറായാലും ഒരു രൂപമായാലും അട്രാക്റ്റ് ചെയ്ത് അങ്ങോട്ട് കുഞ്ഞ് ശ്രദ്ധിക്കും. കിലുക്കം, ശബ്ദം കേൾക്കുന്ന കളിപ്പാട്ടങ്ങൾ, അപ്പോൾ ആ ശബ്ദം കേൾക്കുന്നിടത്തോട്ട് കുഞ്ഞ് നോക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ആ വിഷ്വൽ ട്രാക്കിങ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിരുന്നു ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടിലിൽ കിടക്കുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ കുഞ്ഞിരിക്കുമ്പോഴും നല്ല രീതിയിൽ കുഞ്ഞുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. കെയർ ഗീവേഴ്സ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ആ സ്റ്റിമുലേഷൻ കൊടുക്കണം. അതൊരിക്കലും ഈ ഇമോഷണൽ ബോണ്ട് അല്ലെങ്കിൽ ഒരു സെക്യൂർ ബോണ്ടിങ് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ സെൻസറി ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് ഡെവലപ്പ് ആകുന്നതിന് ഈ പറയുന്ന സ്റ്റിമുലേഷനൊക്കെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ആയാലും നമ്മൾ കുഞ്ഞിനോട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാം. അവരുടെ കണ്ണിൽ നോക്കിയിട്ട് കളിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും കളിപ്പാട്ടം വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിനെ അപ്പോൾ ഈ മിഡ് ലൈൻ ക്രോസ് ചെയ്യാനായിട്ടൊക്കെ അത് സഹായിക്കും. സൗണ്ടുകൾ കേൾപ്പിച്ച് അത് പിന്നെ സ്പീച്ച് ഡെവലപ്മെൻറ്റിന് മാത്രമല്ല അത് സഹായിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഈ നമ്മൾ ഓരോ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴും ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ കളിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ, കയ്യിൽ ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കും ഇങ്ങനെ കണ്ണിൻ്റെ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന വിഷ്വൽ ട്രാക്കിങ്ങിന് അവരുടെ വിഷ്വൽ ആ ഒരു വിഷൻ എന്ന് പറഞ്ഞ സെൻസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ആളുകളൊക്കെ വളരെ, ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പേരൻസിൻ്റെ തിരക്ക് മൂലവും പിന്നെ മറ്റു പല ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റിമുലേഷൻ അതിൻ്റെ സ്വാഭാവിക രീതിയിൽ തന്നെ കിട്ടുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പല രീതിയിലുള്ള ചാലഞ്ചസും കുഞ്ഞുങ്ങൾ ഇത് നേരിടുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളുടെ ഓട്ടിസ്റ്റിക് കുട്ടികളിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ചലഞ്ചസ് നേടുന്ന കുഞ്ഞുങ്ങളാണ്. ഈ പറയുന്ന സെൻസറി ഇമ്പയർമെൻറ്റ് അവർക്കുണ്ട്. ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, വിഷ്വൽ ട്രാക്കിങ് ബുദ്ധിമുട്ടുള്ള കുട്ടികളല്ലേ. അപ്പം നമ്മൾ കൃത്യമായി ഇപ്പോൾ ഈ ഒരിക്കലും നിസ്സാരമായി കാണരുത് കുഞ്ഞുങ്ങൾക്ക് ഈ ആദ്യ കാലഘട്ടത്തിൽ കൊടുക്കുന്ന ഈ പലതരത്തിലുള്ള സ്റ്റിമുലേഷൻ.
അത് ഇതേപോലെ വിവിധങ്ങളായ അവരുടെ സെൻസറി ഡെവലപ്മെൻറ്റിനും അതോടൊപ്പം തന്നെ ബാക്കി ഇമോഷണൽ എല്ലാം ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ വിഷൻ സംബന്ധിച്ച് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പാകുന്നത് വിഷ്വൽ ട്രാക്കിംഗ് ആണ്. ഒരു 2 മാസം മുതൽ തന്നെ അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. താങ്ക് യു.